വി എസ് ഇന്ന് വിട പറയുന്നു. മറ്റു പല വിപ്ലവ നേതാക്കന്മാർക്കുമൊപ്പം വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. എന്താണ് വി എസിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? ഈ പെണ്ണുപിടിയന്മാരെയെല്ലാം കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലല്ല പലപ്പോൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണന നൽകിയിരുന്ന ആളായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്തേക്കെല്ലാം സ്ത്രീകൾ അപാലവൃദ്ധം ഇരമ്പിയെത്തുമായിരുന്നു. ഏത് കേസും അതിന് പിന്നാലെ പോയി തുടർ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്. നടിയെ ആക്രമിച്ച കേസ് എന്തെല്ലാം കേസുകൾ കിടക്കുന്നു. എവിടെ എത്തി? എങ്ങും എത്തിയില്ല, ഒടെത്താനും പോകുന്നില്ല. അതാണ് വി എസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയായിരുന്നു. 2, അഴിമതിക്കെതിരെ സന്ധിയില്ല സമരം. ഒരുപക്ഷേ ആദ്യമായിട്ട് ഒരു മുൻ മന്ത്രി ജയിലിലാകുന്നത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ഒറ്റ പരിശ്രമ ഫലമായിട്ടായിരുന്നു. അതിൻ്റെ ഒരു വിദ്വേഷം പിള്ളയ്ക്ക് മാത്രമല്ല ഗണേഷ് കുമാറിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഗണേഷ് കുമാർ അദ്ദേഹത്തെ ഞരമ്പ് രോഗിയെന്നോ മറ്റെന്തൊക്കെയോ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. പക്ഷേ അതാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടാകുമെന്ന് ആരും തന്നെ കരുതുന്നില്ല. നമ്മൾ ഓർക്കണം, ഒരു നികൃഷ്ട ജീവി ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ പീഡന ശ്രമം ആരോപിച്ചപ്പോൾ വി എസ് പറഞ്ഞു, അതൊന്നും അത്ര ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന്. ഓർക്കുക, വി എസ് പറഞ്ഞു. വി എസ് മാത്രമേ അപ്രകാരം പറഞ്ഞുള്ളൂ. ഓർക്കുക, മറ്റുള്ളവരൊക്കെ സരിതയെ തോളിയേരി നടക്കുകയായിരുന്നു. അതാണ് വി എസ്. ഒരുപക്ഷെ വി എസിന് പ്രിയപ്പെട്ട 107 നമ്പർ മുറി ആലുവ പാലസിലെ ഉമ്മൻചാണ്ടി ഒഴിഞ്ഞു കൊടുത്തതും യാദൃശ്ചികമായിരിക്കാം. ഏതാണെങ്കിലും എല്ലാം കൊണ്ടും വ്യത്യസ്തനായ ഒരു കഥാപാത്രമായിരുന്നു സഖാവ് വി എസ്. അഭിവാദ്യങ്ങൾ.